നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിക്കുമ്പോൾ രാഷ്ട്രീയ ഊരാക്കുടുക്കിയിൽ ഒരുപോലെ പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി നിയമ നടപടിയിലേക്ക് കടക്കുമെന്നാണ് വിവരങ്ങൾ. കോൺഗ്രസിനെ സമ്പൂർണ്ണമായി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പുറത്ത് CPM-ലും പ്രശ്നം രൂക്ഷമാണ്. ഇന്നലെ ചേർന്ന CPM പത്തനംതിട്ട യോഗത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാറിനെ പാർട്ടി തള്ളി പറഞ്ഞത് CPM-നും LDF-നും ക്ഷീണമാണ്. മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന ആദ്യഘട്ടത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം മയപ്പെട്ട പ്രതികരണമാണ് നടത്തിയത്. രാഹുലിനെതിരെ നടപടി എടുത്തതാണെന്നും ഒരേ കാര്യത്തിന് 2 തവണ നടപടി എടുക്കാൻ പറ്റുമോ എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മയപ്പെട്ട പ്രതികരണം പാർട്ടി ഇരയോടൊപ്പമോ അതോ പ്രതിക്കൊപ്പമോ എന്ന ചോദ്യം ഉയർത്തുന്നതാണ്. ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച ശക്തമായ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചത് ഇരട്ടത്താപ്പാണെന്ന വിമർശനവും ശക്തമാണ്. പെൺകുട്ടി നിയമ നടപടി സ്വീകരിക്കുകയും പാലക്കാട് MLA കേസിൽപ്പെടുകയും ചെയ്താൽ പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ നിലപാടിന് വലിയ അംഗീകാരം ലഭിക്കും. ഇതിനിടെ മാങ്കൂട്ടത്തിനെതിരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന B. സാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നതാണ്. മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നും സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെക്കണമെന്നും സജന കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും സജനയുടെ ഈ വിമർശനം ചെറുതല്ലെന്ന തോന്നൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അത് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ്. ഇത് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നുമുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതകളെ ഈ പ്രശ്നം ബാധിക്കുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ആഭ്യന്തര കലഹം പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ ചില ഉന്നത നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന ആരോപണവും ശക്തമാണ്. മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം പാലക്കാട് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കലുഷിതമാക്കിയിട്ടുണ്ട്. യുവ നേതാക്കൾക്കെതിരെ ഉയർന്ന ഇത്തരം ആരോപണങ്ങൾ കോൺഗ്രസിന്റെ യുവജന വിഭാഗങ്ങളെ നിരാശപ്പെടുത്തി. ആരോപണ വിധേയനായ MLA-യുടെ തുടർച്ചയായ പ്രചാരണ രംഗത്തെ സാന്നിധ്യം വനിതാ വോട്ടർമാരെ അകറ്റി നിർത്തുമോ എന്നൊരു ചോദ്യവുമുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ മാങ്കൂട്ടത്തിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ധാർമ്മിക പ്രതിസന്ധിയാണിത്. അതേസമയം തന്നെ CPM-ലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. പാർട്ടി വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ചവർ ഈ പാർട്ടിയോട് നീതി പുലർത്തിയില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലെ തുറന്നു പറച്ചിൽ പാർട്ടി നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പ്രതിഫലനമാണ്. പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് അഴിക്കുള്ളിലായത്. ഇനി അന്വേഷണം എവിടേക്കാണ് നീളുന്നതെന്ന ആശങ്ക CPM-നുമുണ്ട്. CPM-ന് ഇതുണ്ടാക്കിയ തലവേദന ചില്ലറയല്ല. ശബരിമലയിൽ തൊട്ട് CPM-ന് നേരത്തെയും കൈ പൊള്ളിയതാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ കടുപ്പമേറിയ നിലപാടുകൾ പാർട്ടിയെ നേരത്തെ തന്നെ ക്ഷീണിപ്പിച്ചിരുന്നു. പത്തനംതിട്ട മാവേലിക്കര മണ്ഡലങ്ങളിൽ ഇത് LDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് തിരിച്ചടിയാണ്. ദേവസ്വം വിഷയങ്ങളിലെ ഇത്തരം സംഭവങ്ങൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായ വോട്ടുകളെ ഒരുപോലെ ബാധിക്കും. അഴിമതി ആരോപണങ്ങൾ പാർട്ടി വിരുദ്ധ ശക്തികൾക്ക് ആയുധമായി മാറുന്നുണ്ട്. കേസിന്റെ അന്വേഷണം കൂടുതൽ ഉന്നതരായ പാർട്ടി നേതാക്കളിലേക്ക് നീളുമോ എന്ന ഭയം നേതൃത്വത്തിനും പാർട്ടിക്കും ഒരുപോലെയുണ്ട്. ഇരു മുന്നണികളുടെയും പ്രധാന പ്രചാരണ വിഷയങ്ങൾ ഈ വിവാദങ്ങളിൽ മുങ്ങിപ്പോയി. വികസന വിഷയങ്ങളിൽ നിന്ന് ചർച്ചകൾ വ്യക്തിപരമായ അഴിമതിയിലേക്ക് വഴിമാറി. കോൺഗ്രസിനും CPM-നും ധാർമ്മികമായ അടിത്തറ നഷ്ടപ്പെട്ടു. ഈ സാഹചര്യത്തിൽ BJP സംസ്ഥാനത്ത് കൂടുതൽ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ ട്രോളുകളും വിമർശനങ്ങളുമാണ് ഈ നേതാക്കൾക്കെതിരെയൊക്കെ ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ പോലും ഈ പ്രശ്നങ്ങൾ ചോദ്യങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ ലാഭത്തിനായി ധാർമ്മികത ബലി കഴിക്കുന്നു എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു. LDF-ഉം UDF-ഉം തമ്മിലുള്ള പരമ്പരാഗത പോരാട്ടം ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മങ്ങി. അങ്ങനെ കേരളത്തിലെ 2 പ്രധാന മുന്നണികൾക്കുള്ളിലും ശക്തമായ പ്രതിസന്ധികളാണ് നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ പ്രശ്നങ്ങൾ 2 മുന്നണികൾക്കും കനത്ത തിരിച്ചടിയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഈ പ്രശ്നങ്ങൾ ഇനി എത്രത്തോളം രൂക്ഷമാകുമെന്ന് കണ്ടറിയണം.